ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് ഒറിഫീസസ് ആയിരുന്നു. ടാങ്ക് വിത്ത് ആൻ ഒറിഫീസ് ആയിരുന്നു നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ, അതിൻ്റെ ആപ്ലിക്കേഷനായ വെഞ്ചുറി മീറ്റർ, ഒറിഫീസ് മീറ്റർ, പിറ്റോ ട്യൂബ്, ഈ 3 കാര്യങ്ങൾ പഠിച്ചു. അതിൽ ഞാൻ പറഞ്ഞു മൂന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. അതുപോലെ തന്നെ വെഞ്ചുറി മീറ്ററിൻ്റെ പ്രോബ്ലംസ് ആണ്, ന്യൂമറിക്കൽ എക്സാമ്പിളാണ്, പിന്നെ പ്രോബ്ലം സെക്ഷനിൽ ചോദിക്കാൻ ചാൻസ് കൂടുതൽ. കാരണം വലിയ പ്രോബ്ലംസ്, വെർട്ടിക്കൽ ഇൻക്ലൈൻഡ് കേസൊക്കെ അവിടെയാണ് വരുന്നത്. പിന്നെ ഒറിഫീസസ് നമ്മൾ ടാങ്ക് വിത്ത് ആൻ ഒറിഫീസ് പഠിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം പഠിച്ച ഒറിഫീസ് മീറ്റർ അല്ലെങ്കിൽ ഒറിഫീസ് പ്ലേറ്റുമായിട്ട് കൺഫ്യൂസ്ഡ് ആവരുത്. ഇവിടെ നമ്മൾ പഠിക്കുന്ന ടാങ്ക് വിത്ത് ആൻ ഒറിഫീസ് ആണ്. ഈ ഒറിഫീസ് എന്ന് വെച്ചാൽ ഒരു ഹോൾ എന്നുള്ള മീനിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് ടാങ്ക് വിത്ത് ആൻ ഒറിഫീസ്. അപ്പോൾ അതിനകത്ത് തന്നെ ഒരു ടാങ്ക് ഉണ്ടാവും. ആ ടാങ്കിൻ്റെ ബോട്ടം പോർഷനിൽ ഒരു ഹോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിലൊരു വാട്ടർ കോൺസ്റ്റൻറ്റ് ഹെഡ് മീൻസ് ആ ഒരു ഹൈറ്റ്, ഡെപ്ത് ഓഫ് വാട്ടറിനെയാണ് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഹെഡ് എന്ന് പറയുന്നത്. ഡാറ്റം ഹെഡൊക്കെ നമ്മൾ പഠിച്ചു. അപ്പം ഈ ഒരു കോൺസ്റ്റൻറ്റ് ഹെഡിൽ വാട്ടർ ഈ ഒരു ടാങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ താഴെയുള്ള ഒരു ഒറിഫീസ് അല്ലെങ്കിൽ ഹോളിലൂടെ വാട്ടർ ലിക്വിഡ് ജെറ്റായിട്ട് പുറത്തോട്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ ആ പുറത്തോട്ട് ജസ്റ്റ് ഒറിഫീസിലൂടെ അല്ലെങ്കിൽ ഹോളിലൂടെ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡ് ജെറ്റിൽ ഏറ്റവും ഡയമീറ്റർ കുറഞ്ഞ അല്ലെങ്കിൽ വെലോസിറ്റി ഏറ്റവും കൂടിയൊരു പോയിൻ്റ് ഉണ്ടാവും. പിന്നീട് വാട്ടർ സ്കാറ്റർ ചെയ്തിട്ടാണ് പോകുന്നത്. എനിക്ക് ഇമാജിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു സെക്ഷനെയാണ് നമ്മൾ വീന കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്, ഒറിഫീസിൻ്റെ പുറത്ത്. ആ വീന കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ലിക്വിഡ് ജെറ്റിൽ ആ ഒരു സെക്ഷനിലുള്ള ലിക്വിഡ് ജെറ്റിൻ്റെ വെലോസിറ്റിയാണ് കാണാനുള്ള ഇക്വേഷനാണ് നമ്മൾ പഠിച്ചത്. V2 = √2gh ഒക്കെ പഠിച്ചില്ലേ? അപ്പോൾ ആ ഒരു പിന്നെ ഇക്വേഷൻ ഓർത്ത് വെക്കുക. അപ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കാനൊക്കെയാണ് നമ്മൾ ആ ഇത് ഡെറിവേഷൻ പഠിച്ചത്. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മൾ ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് പഠിച്ചു അല്ലേ? ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് എക്സാമിന് ചോദിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിഫൈൻ ചെയ്യാനും ഇക്വേഷനൊക്കെ എഴുതാൻ. അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ്, കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി. പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞു ഇതിൻ്റെ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് വേറെ തന്നെ എടുത്ത് ചോദിക്കാറുണ്ട്. അതായത് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് നമ്മളൊരു ടാങ്കും മെഷറിംഗ് ടാങ്കൊക്കെ വെച്ചിട്ട് ആദ്യം കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് കണ്ടുപിടിക്കാനും പിന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി കണ്ടുപിടിക്കാനും പിന്നെ ഇതിനെ രണ്ടും വെച്ചിട്ട് കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷനായിട്ടുള്ള റിലേഷൻ. അപ്പോൾ അങ്ങനെ എക്സ്പെരിമെൻ്റൽ മെത്തേഡും എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. സോ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. പിന്നെ ഒറിഫീസ് എന്നുള്ളതിൽ ടാങ്ക് വിത്ത് ആൻ ഒറിഫീസിൽ നമുക്ക് ബാക്കിയുള്ള ഒരേ ഒരു സെക്ഷൻ കൂടിയാണ് ഈ തേർഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് സെക്ഷൻ. അതോടെ നമുക്ക് കംപ്ലീറ്റ് ആവും. പിന്നെ തേർഡ് മൊഡ്യൂളിലെ സെക്കൻഡ് സെക്ഷനാണ് ഇനി നോക്കാനുള്ളത്. അപ്പോൾ തേർഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് സെക്ഷനിലുള്ള ലാസ്റ്റ് പോർഷനാണ് ഫ്ലോ ത്രൂ ലാർജ് ഒറിഫീസസ് എന്ന് പറയുന്നത്. സ്മോൾ ഒറിഫീസ് ആയിരുന്നു നേരത്തെ പഠിച്ചത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് നമ്മൾ പറഞ്ഞു. ഇഫ് ദ ഹെഡ് ഓഫ് ലിക്വിഡ് ഈസ് ലെസ് ദാൻ 5 times ദ ഡെപ്ത് ഓഫ് ദ ഒറിഫീസ്, അങ്ങനെയാണെങ്കിലാണ് ലാർജ് ഒറിഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ അത് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. നമുക്കിവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇതാണ് ലാർജ് റെക്റ്റാങ്കുലർ ഒറിഫീസ് എന്നാണ് പറയുന്നത്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് റെക്റ്റാങ്കുലർ ഒറിഫീസ്, ട്രയാങ്കുലർ ഒറിഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട്, ട്രപ്പിസോയിഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒറിഫീസിന് പല പേരും പറയും. അപ്പോൾ ഈ റെക്റ്റാങ്കുലർ എന്ന് പറയുന്നത് ഒരിക്കലും ഈ ടാങ്കിൻ്റെ ഷേപ്പാണെന്ന് തെറ്റിദ്ധരിക്കരുത്. റെക്റ്റാങ്കുലർ ഒറിഫീസ് എന്ന് വെച്ചാൽ ഈ ഹോളാണ്. നമ്മൾ ഈ ബോട്ടം പോർഷനിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഹോളിനെയാണ് നമ്മൾ ഒറിഫീസ് അല്ലെങ്കിൽ ഹോൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒറിഫീസിൻ്റെ ഷേപ്പാണ് റെക്റ്റാങ്കുലർ എന്ന് പറയുന്നത്, അല്ലാതെ ഈ ടാങ്കിൻ്റെ ഷേപ്പ് അല്ല. ഇപ്പോൾ സർക്കുലർ എന്ന് പറഞ്ഞാൽ ഇത് സർക്കുലർ ഷേപ്പ് ആവില്ല. ഈ ടാങ്ക് എപ്പോഴും ഒരു സർട്ടൻ ഷേപ്പ് ആയിരിക്കും. നമ്മൾ പറയുന്ന ഒറിഫീസിൻ്റെ ഷേപ്പാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഇതിലൂടെ ഈ ഒരു ഒറിഫീസിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈ ഒറിഫീസിൻ്റെ ഷേപ്പ് റെക്റ്റാങ്കുലർ എന്ന് പറയുമ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒറിഫീസ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അതായത് വിഡ്ത്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ബിയും ഡെപ്ത്ത് ഇങ്ങനെ ആയിട്ടുള്ള ഒരു ഒറിഫീസ്. അപ്പോൾ ഇതൊരു റെക്റ്റാങ്കുലർ ഒറിഫീസ് ആണല്ലോ. ഓക്കെ, ഇങ്ങനെ ഒരു ഹോള്, ഈ റെക്റ്റാങ്കുലർ ഷേപ്പുള്ള ഹോള്, അതാണ് ഈ ക്രോസ് സെക്ഷൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സൈഡിൽ നിന്നുള്ള വ്യൂ ഒന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരു ഹോള് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇതിന് റെക്റ്റാങ്കുലർ ഒറിഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ട്രയാങ്കുലർ ആണെങ്കിൽ അതിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും ഒറിഫീസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഹോളിൻ്റെ ഷേപ്പാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ ഇത് റെക്റ്റാങ്കുലർ ഒറിഫീസ് ആണ്. അപ്പോൾ ഈ ഒരു ഹെഡ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ഇവിടെ ക്യാപിറ്റൽ H കൊണ്ട് ഡിനോട്ട് ചെയ്ത ഹെഡ് ഓഫ് വാട്ടറാണ്. ഹെഡ് ഓഫ് വാട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഒറിഫീസിൻ്റെ സെൻട്രൽ ലൈനിൽ നിന്ന്, ഒറിഫീസ് എന്ന് പറയുന്ന ഈ ഹോള്,
ഇതിൻ്റെ സെൻട്രൽ ലൈനിൽ നിന്ന് വാട്ടറിൻ്റെ സർഫേസിലേക്കുള്ള ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്തിനെയാണ് ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്നത്, ഹെഡ് എന്ന് പറയുന്നത്, ഹെഡ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഈ ഒറിഫീസിൻ്റെ ഡെപ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പോർഷനായിട്ട് വരും. ഇവിടെ ഡി എന്ന് കാണിച്ചിട്ട് ഉണ്ടല്ലോ, ഈ ഡി എന്ന് കാണിച്ചിട്ടുള്ളതാണ് ഒറിഫീസിൻ്റെ ഡെപ്ത്. ഓക്കെ, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ബി. അപ്പോൾ ഈ ഒറിഫീസിൻ്റെ ഡെപ്തിൻ്റെ 5 ടൈംസിനേക്കാളും കുറവാണ് ഈ ക്യാപിറ്റൽ എച്ച് എങ്കിൽ അത് ലാർജ് റെക്ടാങ്കുലർ ഒറിഫീസാണ്. അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏകദേശം കാണുമ്പോൾ എന്താ തോന്നുന്നത്, ഡെപ്ത് ഡീൻ്റെ 5 ടൈംസ് എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാളും ചെറുതാണെന്ത്, ഈ ഒരു ക്യാപിറ്റൽ എച്ച്. അപ്പോൾ ആ ഒരു കേസാണ് എന്ത് പറയുന്നത്, ആ ഒരു കേസാണ് നമ്മുടെ പിന്നെ ലാർജ് ഒറിഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി സ്മോൾ ഒറിഫീസ് ആകുമ്പോൾ ഈ ഒറിഫീസിൻ്റെ സൈസ് അല്ലെങ്കിൽ ഡെപ്ത് തന്നെ വളരെ ചെറുതായിരിക്കും, ഒറിഫീസിൻ്റെ ഡെപ്ത് ചെറുതായിരിക്കും. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ 5 ടൈംസിനേക്കാളും കൂടുതലായിരിക്കും ഈ ഹെഡ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ സ്മോൾ ഒറിഫീസ് ആണെങ്കിൽ, സ്മോൾ ഒറിഫീസ് എന്നുള്ള കേസ് വരുമ്പോൾ അവിടെ ഈ ഒറിഫീസിൻ്റെ സൈസ് ചെറുതായിരിക്കും, വളരെ ചെറിയ ഡെപ്തിലായിരിക്കും ഒറിഫീസ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിലൂടെ പുറത്തോട്ട് വരുന്ന ഒറിഫീസിലൂടെ പുറത്തോട്ട് വരുന്ന ജെറ്റ് അതിൻ്റെ ക്രോസ് സെക്ഷനിൽ വെലോസിറ്റി ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഒറിഫീസ് ചെറുതാണെങ്കിൽ, ഈ ഒരു ഹോള് അല്ലെങ്കിൽ ഒറിഫീസ് ചെറുതാണെങ്കിൽ ആ ഒരു പുറത്തോട്ട് വരുന്ന ലിക്വിഡ് ജെറ്റിൻ്റെ ക്രോസ് സെക്ഷനിൽ മൊത്തം ഒരു വെലോസിറ്റി ആയിരിക്കും. ഇപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ കണ്ടില്ല, ഈ ഒരു ക്രോസ് സെക്ഷൻ എടുത്താൽ വളരെ ചെറിയൊരു ഡയമീറ്ററേ ഉള്ളൂ, ചെറിയ ഒറിഫീസിലൂടെയാണ് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു ഡയമീറ്റർ മാത്രമേ എന്തുള്ളൂ, അവിടെ ലിക്വിഡ് ജെറ്റ് ഉള്ളൂ. അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ഇങ്ങനെ ഒരു ലാർജ് ഒറിഫീസ് ആണെങ്കിൽ, ഇത്രയും വലിയൊരു ഒറിഫീസിലൂടെ ഫ്ലൂയിഡ് പുറത്തോട്ട് വരുമ്പോൾ അവിടെ എന്ന് വെച്ചാൽ ഈ ക്രോസ് സെക്ഷനിൽ വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഈ ഒരു എൻഡിലുള്ള വെലോസിറ്റി ആയിരിക്കണം എന്നില്ല ഈ താഴെ പോർഷനിലുള്ള ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി. സോ അതുകൊണ്ട് വെലോസിറ്റി വാരി ചെയ്യുമെന്നുള്ളതാണ് ഇവിടെയുള്ള കേസ്. അപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്ത ഇക്വേഷൻ Q = CD × A × √2GH. ഇതിനകത്ത് A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ ഒറിഫീസ് അല്ലെങ്കിൽ ഹോളിൻ്റെ ഏരിയ ആയിരുന്നു. √2GHൽ H എന്ന് പറയുന്നത് ഹെഡ് ഓഫ് വാട്ടർ ആയിരുന്നു. അവിടെ എടുത്ത H എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ എടുത്തിട്ടുള്ള ക്യാപിറ്റൽ H പോലെ, അതായത് ഇതിൻ്റെ സെൻട്രൽ ലൈനിൽ നിന്നുള്ള ഹെഡ് ഓഫ് ലിക്വിഡ്, സെൻട്രൽ ലൈൻ ഓഫ് ഒറിഫീസ്, ഈ ഒരു ഹോളിൻ്റെ സെൻട്രൽ ലൈനിൽ നിന്നുള്ള ഹെഡായിരുന്നു എടുത്തിട്ടായിരുന്നത്. അത് ഈ ഹോള് ചെറുതാവുമ്പോഴാണ് നമ്മൾ അങ്ങനെ എടുത്തത്. പക്ഷേ ഇവിടെ എന്താണ്, ഇവിടെ ഒരു ലാർജ് ഒറിഫീസാണ്, അപ്പോൾ വെലോസിറ്റി ഈക്വൽ അല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് CD × A × √2GH വെച്ചിട്ട് ലാർജ് ഒറിഫീസിൻ്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല, വെലോസിറ്റിയും ഡിസ്ചാർജും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഏരിയ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് കൂടുതലാണ് അല്ലേ, ക്രോസ് സെക്ഷൻ കൂടുതലായതുകൊണ്ട് നമ്മൾ പുതിയൊരു ഇക്വേഷൻ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ ഡിസ്ചാർജ് ത്രൂ ലാർജ് റെക്റ്റാങ്കുലർ ഒറിഫീസ് ആണ്. ഇവിടെ ഞാൻ പറഞ്ഞു റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് ഒറിഫീസ് ഹോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഫിഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നമ്മൾ നോക്കുന്നത് ഈ ഒരു സൈഡിൽ നിന്നാണ് ഇമാജിൻ ചെയ്യുക, ഈ ഒരു സൈഡിൽ നിന്നാണ് നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഹോൾ റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് കാണുന്നത്. അതിൻ്റെ വിഡ്ത്താണ് B എന്ന് പറയുന്നത്, അതിൻ്റെ ഡെപ്താണ് D എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഡിസ്ചാർജിനുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് H1 എന്ന് പറയുന്നത് ഏത് ഹെഡാണ് അല്ലെങ്കിൽ ഹൈറ്റ് ഏതാണ് H1 എന്ന് പറയുന്നത് ഈ ഒറിഫീസിൻ്റെ ടോപ്പ് എഡ്ജിൽ നിന്നും, അതായത് ഈ ഹോളിൻ്റെ ടോപ്പ് എഡ്ജിൽ നിന്നും വാട്ടർ സർഫേസിലേക്കുള്ള ഹൈറ്റാണ് H1. ഒറിഫീസിൻ്റെ ബോട്ടം എഡ്ജിൽ നിന്നും വാട്ടർ സർഫേസിലേക്കുള്ള ഹൈറ്റാണ് H2 എന്ന് പറയുന്നത്. ക്യാപിറ്റൽ H എന്ന് പറയുന്നത് ഒറിഫീസിൻ്റെ സെൻറ്ററിൽ നിന്നും വാട്ടർ സർഫേസിലേക്കുള്ള ഹൈറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെപ്ത് ഓഫ് ഒറിഫീസ് ഈ കാണിച്ചിരിക്കുന്ന സ്മോൾ d എന്താണെന്ന് കിട്ടും. H2 - H1 ആണെന്ത് D എന്ന് പറയുന്നത്. H2 - H1 ആണെന്ത് പറയുന്നത് ഡെപ്ത് ഓഫ് ഒറിഫീസ് D എന്ന് പറയുന്നത്. അത് ഫിഗറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഓക്കെ, ഇനി CD എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ആണ്. അപ്പോൾ നമ്മൾ ഒരു എലമെൻ്ററി ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുകയാണ്. DH എന്ന് പറയുന്ന ഡെപ്തിൽ നമ്മൾ ഈ ഒരു ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിനെ കൺസിഡർ ചെയ്യുക. അതിൽ നമ്മളൊരു ക്രോസ് സെക്ഷൻ എടുത്താൽ നമ്മൾ എന്താണ് ഒരു എലമെൻ്ററി അല്ലെങ്കിൽ ഈ ഒരു ഒറിഫീസിൻ്റെ റെക്റ്റാങ്കുലർ ഷേപ്പാണത്, അത് ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു ചെറിയൊരു സ്ട്രിപ്പ് എടുക്കുകയാണ്.
ഈ ഒരു സ്ട്രിപ്പിലൂടെ മാത്രം ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ ഡിസ്ചാർജ് നമ്മൾ എഴുതും. എന്നിട്ട് അതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൊത്തം ഒറിഫീസിൻ്റെ ഡെപ്തിലൂടെയുള്ള എന്ത് കിട്ടും, മൊത്തം ഒറിഫീസിൻ്റെ ഡെപ്തിലൂടെയുള്ള ഡിസ്ചാർജ് എന്താണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ അപ്പോൾ നമ്മൾ എടുക്കുന്നത് എന്താണ്, ഏരിയ ഓഫ് സ്ട്രിപ്പ് ബി ഇൻറ്റു ഡി എച്ച് ആണ്. കാരണം സ്ട്രിപ്പിൻ്റെ വിഡ്ത്ത് ബി ആണ്, അതുപോലെ തന്നെ ഡെപ്ത്ത് ഡി എച്ച് ആണ്. സോ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് തിക്നെസ് ഡി എച്ച് ആണ്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ബി ഇൻറ്റു ഡി എച്ച് ആണ്. അപ്പോൾ അവിടെയുള്ള തിയററ്റിക്കൽ വെലോസിറ്റി ഓഫ് വാട്ടർ എന്താണ്, √2gh അല്ലേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രിപ്പിലേക്കുള്ള ഡെപ്ത്ത് സ്മോൾ എച്ച് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കേസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു √2gh ആണ് എന്ത്, അങ്ങനെ ഒരു പോയിന്റിലേക്കുള്ള വെലോസിറ്റി എന്നുള്ളത് നമ്മൾ ആദ്യത്തെ കേസിൽ ഡിറൈവ് ചെയ്തിട്ടുണ്ട് ഒറിഫീസിൽ. ഓക്കെ, അപ്പോൾ അവിടെ √2gh ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്ട്രിപ്പിലൂടെയുള്ള എലമെൻ്ററി ഡിസ്ചാർജ് dq എന്ന് പറയുന്ന വാല്യൂ, എലമെൻ്ററി ഡിസ്ചാർജ് CD ഇൻറ്റു ഏരിയ ഓഫ് സ്ട്രിപ്പിൻ്റെ വെലോസിറ്റി. നമുക്കറിയാം ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു വെലോസിറ്റിയാണ്. A1 V1 എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഏരിയ ഓഫ് സ്ട്രിപ്പ് ഇൻറ്റു വെലോസിറ്റിയാണ് ആ സ്ട്രിപ്പിലൂടെയുള്ള എലമെൻ്ററി ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മൊത്തം ഈ ഒരു ഒറിഫീസിലൂടെയുള്ള ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ CD ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് എന്താണ്, B ഇൻറ്റു DH ഉം അതുപോലെ വെലോസിറ്റി √2gh ആണ്. അങ്ങനെ നമുക്ക് CD ഇൻറ്റു B ഇൻറ്റു √2gh ഇൻറ്റു DH എന്ന് കിട്ടി, dq എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ലിമിറ്റുകൾ എന്താണ്, നമ്മളിവിടെ DH ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന H1 H2 ഇടയിലാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. കാരണം നമുക്ക് H2 എന്ന് പറയുന്നത് ഇതിൻ്റെ താഴത്തെ എഡ്ജിലേക്കുള്ള ഡെപ്ത്ത്, H1 എന്ന് പറയുന്നത് മുകളിലത്തെ എഡ്ജിലേക്കുള്ള ഡെപ്ത്ത്. അപ്പോൾ ഇതിനിടയിലുള്ള ഡിസ്ചാർജ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ലിമിറ്റ് H2 H1 കൊടുക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ടോട്ടൽ ഡിസ്ചാർജ് ത്രൂ ദ ഒറിഫീസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇൻ്റഗ്രൽ H1 ടു H2 ചെയ്യുന്നു. ബാക്കി CD ഇൻറ്റു B ഇൻറ്റു √2gh ഇൻറ്റു DH ആണ് dqൻ്റെ വാല്യൂ. സോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തോട്ടെടുക്കുകയാണ്. അതായത് CD ഇൻറ്റു B ഇൻറ്റു √2g പുറത്തോട്ടെടുക്കുകയാണ്. ഇൻ്റഗ്രൽ H1 ടു H2 √h ഇൻറ്റു DH. √h എന്ന് വെച്ചാൽ എന്താ, h⁻² ആണ് അല്ലേ. അപ്പോൾ h⁻² ഇൻറ്റു DH ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, h⁻³ ഡിവൈഡഡ് ബൈ 3/2 വരും. ലിമിറ്റ് H1 ടു H2 ആണ്. സോ ഇവിടെ നമ്മൾ എന്താണ്, ഈ 3/2 എന്നുള്ളത് ഡിവൈഡഡ് ബൈ 3/2 ആണ്. അതിനെ നമ്മൾ മുകളിലോട്ട് എടുക്കുമ്പോൾ 2/3 എന്ന് വരും. 2/3 CD ഇൻറ്റു B ഇൻറ്റു √2g ഇൻറ്റു എന്താണ്, ലിമിറ്റ് കൊടുക്കുക. h⁻³ H1 ടു H2 കൊടുക്കുമ്പോൾ h2⁻³ മൈനസ് h1⁻³. അപ്പോൾ ഇതിൽ H2 ക്യാപിറ്റൽ H2 എന്ന് പറയുന്നത് എന്താണ്, ഒറിഫീസിൻ്റെ ബോട്ടം എഡ്ജിലേക്കുള്ള ഡെപ്ത്ത്. ഓക്കെ, ഒറിഫീസ് ഇതാണ് ഒറിഫീസ് അല്ലെങ്കിൽ ഹോൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ബോട്ടം എഡ്ജിലേക്ക് വാട്ടർ സർഫേസിനുള്ള ഡെപ്താണ് ക്യാപിറ്റൽ H2, ടോപ്പ് എഡ്ജിലേക്കുള്ള ഡെപ്താണ് സ്മോൾ h1. അപ്പോൾ ഈ ഒരു രണ്ട് ഡെപ്തിൻ്റെ ടേം ഇതിൽ വരുന്നുണ്ട് നമ്മുടെ ഇക്വേഷൻ, അതായത് ഡിസ്ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ 2/3 ഉണ്ട് നേരത്തേനേക്കാളും എന്നുള്ള വ്യത്യാസം ആണ് വരുന്നത്. സോ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. സോ ഇതാണ് എന്താണ് ലാർജ് ഒറിഫീസിൻ്റെ കേസിൽ. അപ്പോൾ ഈ ലാർജ് ഒറിഫീസും സ്മോൾ ഒറിഫീസും എന്താണെന്ന് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ലാർജ് ഒറിഫീസ് എന്താണെന്നും സ്മോൾ ഒറിഫീസ് എന്താണെന്നുള്ള വ്യത്യാസം അറിയണം. അപ്പോൾ ലാർജ് ഒറിഫീസിൻ്റെ കേസിൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഒരു വർക്കിംഗ് എക്സാമ്പിൾ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വരുന്നതെന്നുള്ള പ്രോബ്ലം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് കൂടെ മനസ്സിലാവും. ഒന്നുമില്ല, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്, പക്ഷെ തന്നിരിക്കുന്ന വാല്യൂസ് എന്താണെന്ന് മനസ്സിലാവണം. ഫൈൻഡ് ദ ഡിസ്ചാർജ് ത്രൂ എ റെക്റ്റാങ്കുലർ ഒറിഫീസ് 2 മീറ്റർ വൈഡ് ആൻഡ് 1.5 മീറ്റർ ഡീപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ റെക്റ്റാങ്കുലർ ഒറിഫീസാണ്, 2 മീറ്റർ വൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഒറിഫീസിൻ്റെ ഷേപ്പാണ് അല്ലേ റെക്റ്റാങ്കുലർ. 2 മീറ്റർ വൈഡ് എന്ന് പറയുമ്പോൾ B എന്ന് പറയുന്ന വാല്യൂ 2 മീറ്ററും ഡെപ്ത്ത് 1.5 എന്ന് പറയുമ്പോൾ D എന്ന വാല്യൂ 1.5. ഈ ഒറിഫീസിൻ്റെ സൈസാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ പറയുമ്പോൾ H1 എന്ന് പറയുന്നത് 3 മീറ്റർ ആണ് എന്ന് കിട്ടും. H1 എന്ന് പറയുന്നത് 3 മീറ്റർ ആണ് എന്ന് കിട്ടും. കാരണം എന്തുകൊണ്ടാണ്, വാട്ടർ ലെവൽ ഇൻ ദ ടാങ്ക് ഈസ് 3 മീറ്റർ എബോവ് ദ ടോപ്പ് എഡ്ജ് ഓഫ് ദ ഒറിഫീസ് എന്നാണ് പറയുന്നത്. അതായത്
ഈ ടോപ്പ് എഡ്ജിൽ നിന്നും വാട്ടർ ലെവൽ 3 മീറ്റർ ഉയരെയാണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ H1 എന്ന് പറയുന്ന വാല്യൂ. ടോപ്പ് എഡ്ജിൽ നിന്നും വാട്ടർ ലെവൽ 3 മീറ്റർ ഉയരെയാണെന്ന് പറയുമ്പോൾ H1 എന്ന വാല്യൂ 3 മീറ്റർ എന്ന് കിട്ടി. ഇനി H2 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? H2 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ 3 മീറ്ററിനെ കൊണ്ട് അതിനോട് എന്താ ഈ ഡെപ്ത് ആഡ് ചെയ്യുക. ഒറിഫീസിൻ്റെ ഡെപ്ത് ആഡ് ചെയ്യുമ്പോൾ H1 പ്ലസ് ഡി ആണെന്ത് H2 എന്ന് പറയുന്ന വാല്യൂ. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡി 1.5 ആണ്. അപ്പോൾ 3 മീറ്റർ പ്ലസ് 1.5 ആണെന്ത് H2 എന്ന് പറയുന്ന വാല്യൂ. സോ നമുക്ക് H2 എന്നുള്ളത് 3 പ്ലസ് 1.5 4.5 എന്ന് കിട്ടി. സി ഡി എന്ന് പറഞ്ഞ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ കോഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ഫോർ ഒറിഫീസ് ആണ് 0.62 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ 0.6 0.62 എന്നൊക്കെയുള്ള വാല്യൂ നിങ്ങൾ എടുക്കണം. ഒരിക്കലും വെഞ്ചുറി മീറ്ററിൻ്റെ കോഷ്യൻ്റ് ഡിസ്ചാർജ് എടുത്തു പോകരുത്. അത് 0.98 ആണ്. ഓക്കെ. സോ ഇവിടെ കോഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ഫോർ ഒറിഫീസ് എന്ന് പറയുന്നത് 0.62 ആണ് വരുന്നത്. നമ്മളതിൻ്റെ ഒരു റേഞ്ചും കാര്യമൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹൈഡ്രോളിക് കോഷ്യൻസ് പറയുമ്പോൾ അതിൻ്റെ റേഞ്ചും കോമൺലി എടുക്കുന്ന വാല്യൂ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. ഇൻ കേസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് നിങ്ങൾക്കൊന്ന് സി ഡീൻ്റെ വാല്യൂ എടുക്കേണ്ടി വരും. ഓക്കെ. അപ്പോൾ Q ഈസ് ഈക്വൽ ടു ഇക്വേഷനിൽ H2 H1 ഒക്കെ കിട്ടി. നമുക്ക് ബ്രെഡ്ത്തും ഒക്കെ ക്വസ്റ്റ്യനിലുണ്ട്, നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ Q നമുക്ക് ഇത്രയും മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്നുള്ള ഒരു വാല്യൂ കിട്ടി. ഇപ്പോൾ ഇവിടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. പക്ഷേ H1 H2 ക്വസ്റ്റ്യനിൽ തന്നത് വെച്ചിട്ട് ഇതുപോലെ ഡി ഒക്കെ ആഡ് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ള ഒരു നോളജ് ആവശ്യമായിട്ട് വരും. നെക്സ്റ്റ് തന്നിരിക്കുന്ന ഏകദേശം സിമിലർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പ്രോബ്ലം 7.13 നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ റെക്റ്റാങ്കുലർ ഒറിഫീസ് തന്നെയാണ്. വിഡ്ത്ത് തന്നിട്ടുണ്ട്, ഡെപ്തും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടോപ്പ് എഡ്ജ് ഓഫ് ദ ഒറിഫീസ് ഈസ് 0.6 മീറ്റർ ബിലോ ദ വാട്ടർ സർഫേസ് ഇൻ ദ വെസൽ എന്നാണ് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഓക്കെ, ടോപ്പ് എഡ്ജ് ഓഫ് ദ ഒറിഫീസ് ഈസ് 0.6 മീറ്റർ ബിലോ ദ വാട്ടർ സർഫേസ് ഇൻ ദ വെസൽ എന്നാണ്. അപ്പോൾ വാട്ടർ സർഫേസിൻ്റെ ബിലോ 0.6 മീറ്ററിലാണ് ടോപ്പ് എഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ. സോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് H1 കണ്ടുപിടിക്കണമെങ്കിൽ ഡെപ്ത്ത് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. H1 എന്ന് പറയുന്നത് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ഡെപ്ത്ത് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ H2നോട് നമുക്ക് 0.6 പ്ലസ് 1.2 ചെയ്യുക. അപ്പോൾ H1 ആണ് നമുക്ക് 0.6 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ H2 എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ H2 അല്ല, H1 ആണ് 0.6 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ. നേരത്തെ ക്വസ്റ്റ്യനിൽ തന്ന അതേ സംഭവം തന്നെയാണ് ഇവിടെയും തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ H2 കണ്ടുപിടിക്കാൻ ഡെപ്ത്ത് 1.2 ആഡ് ചെയ്യുക. നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തിട്ടുള്ള അതേ പ്രൊസീജിയർ തന്നെയാണ് H1ൽ നിന്നും H2 കണ്ടുപിടിക്കാൻ വേണ്ടത്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 0.6 H1 ആണ് എന്ന് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഓക്കെ. സോ ഇനി വരുന്നത് ഡിസ്ചാർജ് ആണ്. ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ കണ്ടുപിടിക്കാം. പിന്നെ ഇവിടെ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? കാൽക്കുലേറ്റ് ദ ഡിസ്ചാർജ് ത്രൂ ദ ഒറിഫീസ് ഇഫ് CD = 0.6 ആൻഡ് പെർസെൻറ്റേജ് എറർ ഇഫ് ദ ഒറിഫീസ് ഇസ് ട്രീറ്റഡ് ആസ് എ സ്മോൾ ഒറിഫീസ്. ഒറിഫീസ് ഒരു സ്മോൾ ഒറിഫീസ് ആണെങ്കിൽ പെർസെൻറ്റേജ് എറർ ഇൻ ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. അപ്പോൾ ഒറിഫീസ് സ്മോൾ ഒറിഫീസ് ആണെന്ന് കൺസിഡർ ചെയ്താലുള്ള ഡിസ്ചാർജ് കണ്ടുപിടിക്കുക. അതിൽ നിന്ന് ഈ രണ്ട് ഡിസ്ചാർജും തമ്മിലുള്ള ഒരു പെർസെൻറ്റേജ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒറിഫീസ് സ്മോൾ ഒറിഫീസ് ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് CD × A × √2GH ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏരിയ നമുക്ക് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ H എന്താണ്? H എന്ന് പറയുമ്പോൾ സ്മോൾ ഒറിഫീസ് ആകുമ്പോൾ നമ്മൾ ഒറിഫീസിൻ്റെ സെൻറ്ററിൽ നിന്നും വാട്ടർ ലെവലിലേക്കുള്ള ഹൈറ്റാണ് സ്മോൾ ഒറിഫീസിൻ്റെ കേസിൽ. അപ്പോൾ ഇവിടെ H1 + D/2 സെൻറ്റർ എന്ന് പറയുമ്പോൾ ഡെപ്ത് ബൈ 2 എടുക്കണം അല്ലേ. H1 + D/2 ആണ് Hൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1.2 എന്ന് കിട്ടും. ഏരിയ കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് B × D. സോ നമുക്ക് Q1 കിട്ടി. ഇനി പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. Q1 - Q / Q ചെയ്ത് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് എറർ കിട്ടും. ഓക്കെ. സ്മോൾ ഒറിഫീസ് ആയി കൺസിഡർ ചെയ്യുന്ന കേസിൽ പെർസെൻറ്റേജ് എറർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. സോ അപ്പോൾ ഇത്രയാണ് നമുക്ക് ലാർജ് റെക്റ്റാങ്കുലർ ഒറിഫീസിൻ്റെ കേസ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ പ്രോബ്ലംസൊക്കെ
വലിയ ടഫായിട്ടൊന്നും ചോദിക്കില്ല. പക്ഷേ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് H1 ആണോ അതോ H2 ആണോ? H1 എന്ന് പറയുന്നത് ഒറിഫീസിൻ്റെ ടോപ്പ് എഡ്ജിൽ നിന്ന് സർഫേസിലേക്കുള്ള ഹൈറ്റാണ്. H2 എന്ന് പറയുന്നത് ബോട്ടം എഡ്ജിൽ നിന്ന് സർഫേസിലേക്കുള്ള ഹൈറ്റാണ്. ക്വസ്റ്റ്യനിൽ തന്നത് ഏതാണ്, ക്രോസ് സെക്ഷൻ ഏതാണെന്നൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ലാർജ് റെക്റ്റാങ്കുലർ ഒറിഫീസാണ് നിങ്ങൾക്ക് പൊതുവെ ചോദിക്കുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ലാർജ് ഒറിഫീസിൽ പറയാനുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സിലബസിൽ ഇതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. സബ്മർജ്ഡ് ഒറിഫീസും ഫുള്ളി സബ്മർജ്ഡും പാർഷ്യലി സബ്മർജ്ഡും ഒക്കെ ഒഴിവാക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കാം. അപ്പോൾ ഇതോടെ നിങ്ങളുടെ തേർഡ് മൊഡ്യൂളിൻ്റെ ഒരു ഫസ്റ്റ് സെക്ഷനാണ് കംപ്ലീറ്റ് ആവുന്നത്. സെക്കൻഡ് സെക്ഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യുക. ബെർണോളിസ് ഇക്വേഷനൊക്കെ ഡിറൈവ് ചെയ്തിട്ട് ആണ് നമ്മൾ തുടങ്ങിയത്. അതിൻ്റെ അപ്ലിക്കേഷൻസ് പറഞ്ഞു. വെഞ്ചുറിമീറ്ററിൻ്റെ പ്രോബ്ലംസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മൊഡ്യൂളിൽ ഒരു സെക്ഷൻ ഓഫ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വെഞ്ചുറിമീറ്റർ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒറിഫീസ് മീറ്ററും അല്ലെങ്കിൽ ഒറിഫീസ് പ്ലേറ്റ്, അതുപോലെ പിറ്റോ ട്യൂബ്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കണം. ഇക്വേഷനൊക്കെ പഠിക്കണം. പ്രോബ്ലംസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ചെറിയ മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ പഠിച്ച പോർഷനാണ് ഈ ടാങ്ക് വിത്ത് ആൻ ഒറിഫീസ്. ടാങ്ക് വിത്ത് ആൻ ഒറിഫീസിൽ വാട്ടർ ജെറ്റ് ഒറിഫീസിലൂടെ ഫ്ലോ ചെയ്യുന്നു പുറത്തോട്ട്. അപ്പോൾ ടാങ്കിൽ നിന്ന് അപ്പോൾ അതിൻ്റെ ജെറ്റ് ഓഫ് വാട്ടറിലുള്ള വെലോസിറ്റി കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ലാർജ് റെക്റ്റാങ്കുലർ ഒറിഫീസ് ആകുമ്പോൾ √2gh എന്നുള്ള ഇക്വേഷൻ വെച്ച് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ CD × A × √2gh വെച്ചിട്ട് ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ H1 H2 രണ്ട് ടേംസ് വന്നു. അപ്പോൾ ഡിസ്ചാർജിൻ്റെ പുതിയ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. ഏതാണ്? നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് സ്ട്രിപ്പൊക്കെ കൺസിഡർ 2/3 × CD × B × √2g × H2⁵3/2 - H1⁵3/2 ആണ് ഇക്വേഷൻ. ഇനി എക്സാമിന് നിങ്ങൾക്ക് ഈ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക തന്നെ വേണം. കാരണം എക്സാമിന് നിങ്ങൾക്ക് ഇവിടെ H2 ആണോ ആദ്യം വരുന്നത് H1 ആണോ എന്നൊക്കെ ഡൗട്ട് വരും. അതുപോലെ ഇവിടെ 3/2 എന്നുള്ളത് 1/2 ഒന്നും ആയി പോകരുത്. ചില ആൾക്കാർക്ക് അങ്ങനെ മിസ്റ്റേക്ക് പറ്റും. ഇവിടെ 3/2 മാറി 1/2 ഒക്കെ വരും. ഇവിടെ 2/3 എന്നുള്ളത് 3/2 ആവും. അപ്പം അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് വരാതിരിക്കാൻ നിങ്ങൾ പലതവണ ഈ ഇക്വേഷൻ എഴുതി പഠിക്കുക തന്നെ വേണ്ടി വരും. പ്രോബ്ലം ചോദിച്ചാൽ സംഭവം H1 H2 ഐഡൻറ്റിഫൈ ചെയ്ത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ 7 മാർക്കിന് വരെ ചോദിക്കും. പക്ഷേ ഈ ഇക്വേഷൻ അറിയില്ലെങ്കിൽ എല്ലാം തെറ്റിപ്പോവും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം ടൈപ്പും ടാങ്ക് വിത്ത് ആൻ ഒറിഫീസിൽ ലാർജ് ഒറിഫീസിൻ്റെ കേസിൽ ഓർത്തു വെക്കാം. സോ this all about the first section in third module. Okay.